ബ്രിട്ടാസ് വെക്കുന്ന മട്ടൻ കറിയുടെ രുചി നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ഞാൻ. ഞങ്ങൾ വിദൽഭായ് പട്ടേൽ ഹൗസ്, ആ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാർ കൂടുതലും അവിടെ താമസിക്കുക. അപ്പോൾ ഈ CPM-ലെ ചില പ്രത്യേകതകൾ നിങ്ങളുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ മുതിർന്ന എം പിമാർക്ക് ബംഗ്ലാവുകളൊക്കെ കിട്ടും. ഞാൻ 2ാം ടൈം ആയപ്പോൾ എനിക്കും ബംഗ്ലാവ് കിട്ടി. പക്ഷേ അത് CIT ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുക, അത് മുഴുവൻ. ഞാൻ ബ്രിട്ടാസും ഞാനുമൊക്കെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ളത് ഈ വിദൽഭായ് പട്ടേൽ ഹൗസാണ്. അതൊരു ഈ നമ്മുടെ MLA ക്വാർട്ടേഴ്സ് പോലുള്ളതാണ്, പറഞ്ഞാൽ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ തമാശന് പറയുന്നത്, സഹപ്രവർത്തകർ എവിടെ താമസിക്കുന്നതൊക്കെ പറയുന്നത്, ഐ സ്റ്റേ ഇൻ ദ പ്ലേസ് വെയർ MPs ബിലോ ദ പോവർട്ടി ലൈൻ ലീവ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MPമാർ ഒക്കെ അവരുടെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം പാർട്ടിക്ക് ലെവിയായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറയും അവരുടെ വരുമാനത്തിൻ്റെ അല്ല, MPമാരെന്നുള്ള നിലയിലുള്ള വരുമാനം പാർട്ടിയുടെ വരുമാനമാണ്. പാർട്ടിയാണ് MP ആക്കുന്നത്. ദേശാഭിമാനിയുടെ ഈ ഓഫീസ്, ഡൽഹി ഓഫീസ് ഇത്ര കാലവും ഈ വിദൽഭായ് പട്ടേൽ ഹൗസിലായിരുന്നു, 215 റൂം നമ്പർ. അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള AK ബാലൻ താമസിച്ചത് 217ആണ്, ഞാൻ താമസിച്ചിരുന്നത് 210ആണ്. ബ്രിട്ടാസ് ബാക്കിയുള്ളവരൊക്കെ കൂടെ ഇവിടെ താമസിക്കും. അല്ല, അതിനേക്കാളും രസം, ഞാൻ ഡൽഹിയിൽ എത്തിയ ഉടനെ ഞാൻ ഓടിച്ചു തുടങ്ങിയ ഒരു വാഹനം ബജാജ് സൂപ്പർ TDN 6815 ബജാജ് സൂപ്പർ. എനിക്കിപ്പോഴും ആ നമ്പർ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വേറെ പ്രകാശ്കാരായിട്ട് കടം വാങ്ങിച്ച് ഓടിക്കുന്ന സ്കൂട്ടർ. ദില്ലി പത്രക്കാർ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്കൂട്ടർ ആരായിരുന്നു അറിയാം? അദ്ദേഹത്തിന് രജിസ്റ്റേർഡ് ഓണർ. എൻ്റെ പേരിൽ വന്നിട്ട് വ്യവസായം ഓടിക്കില്ല. എന്താ കാരണം വെച്ചാൽ MP കോട്ടയിൽ എടുത്ത വണ്ടിയാണ്. അപ്പോൾ പോലീസുകാരൻ പിടിക്കുമ്പോൾ MP സാബ് ഗാഡി എന്ന് പറയും. ഞാൻ ഓടിക്കാത്തത് മാർക്ക് ട്വൈൻ്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ്. അതെന്താണ്? മാർക്ക് ട്വൈൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് നോ സംതിങ് യു ഹാവ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ ബൈ സംബഡി എൽസ്. പല ഞങ്ങൾക്ക് സന്തോഷമുള്ള സമയങ്ങളിലെല്ലാം മട്ടൺ വാങ്ങിക്കും. ബ്രിട്ടാസാണ് കുക്ക് ചെയ്യുക. നമ്മുടെ കവി സരസ്വതി സമ്മാനം നേടിയ പ്രഭാവർമ്മ, പുള്ളി വലിയ വെജിറ്റേറിയൻ ആണെന്നാണ് ഭാവിക്കുക. പക്ഷെ ബ്രിട്ടാസ് മട്ടൺ കറി വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടാവും, അത് കഴിക്കും. അല്ല, പ്രഭാവർമ്മ എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടും അവിടെ. ചിലപ്പോൾ VK മാധവൻകുട്ടിയെ പോലെയൊക്കെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും. വേറെ തമാശയുണ്ട്. ഇനി ബേബിസഖാവിൻ്റെ സഹപ്രവർത്തകനും പൊളിറ്റ് അംഗവുമായിട്ടുള്ള സഖാവ് A വിജയരാഘവൻ മട്ടൻ മേടിക്കുകയാണെങ്കിൽ ലിവർ മാത്രമേ മേടിക്കുള്ളൂ. ലിവറാണെങ്കിൽ ബിന്ദു കഴിക്കില്ല. അപ്പൊ അതുകൂടി ബിന്ദു തന്നെ അത് പരാതിപ്പെട്ടാണ് നമ്മൾ അറിയുന്നത്. ബിന്ദു തന്നെ അത് പരാതിപ്പെടും. അത് കാരണം വെച്ചാൽ വിജയേട്ടൻ ലിവറാ മേടിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയാലോ. പക്ഷേ ഈ 68 പാർട്ടിക്ക് പരാതിയായി തന്നു ടീച്ചർ. പരാതിയൊക്കെ അവിടെ പോയിട്ടുണ്ട്.